തലമുറകളായി നേരിട്ട ഭൂമി പ്രശ്നത്തിന് പരിഹാരമായെങ്കിലും ഇത്രയും കാലം ജീവിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതിന്റെ വിഷമത്തിലാണ് പെരുമ്പാവൂർ പാരിയത്തുകാവ് നിവാസികൾ. നിലവിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറുമ്പോൾ പലർക്കും ജീവനോപാധികൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇനി ആരും കുടിയൊഴിപ്പിക്കാൻ വരില്ല എന്നത് വലിയ ആശ്വാസമായി എല്ലാവരും പറയുന്നു. പാരിയത്തുകാവ് നിവാസികൾ തലമുറകളായി നേരിട്ട് വന്നിരുന്ന ഭൂമി പ്രശ്നത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം കളക്ട്രേറ്റിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ കരാറിലേക്ക് ഇവിടുത്തെ നിവാസികളും അതോടൊപ്പം തന്നെ സർക്കാരും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വ്യവസ്ഥകൾ ഓരോന്നായി നടപ്പിലാക്കാനായിട്ട് പോവുകയാണ്. ഇത് വർഷങ്ങളായി തന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരുന്നു എന്നുള്ളത് വിഷമകരമായ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് സ്വന്തം ഉടമസ്ഥതയിൽ ഭൂമി കിട്ടുന്നു എന്നുള്ളൊരു ആശ്വാസവുമുണ്ട്, അല്ലേ? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് 5 സെൻറ്റ് ഉടമസ്ഥാവകാശം കൂടെ ലഭിക്കുകയാണ്. നമ്മൾ ഇത്രയും നാളും ചെയ്ത് തീർത്ത് ജനിച്ച് വളർന്ന മണ്ണ് ഇതാണ്. ഇനി തന്നെ കിടക്കാൻ പറ്റിയത് നല്ല കാര്യമാണ്. പക്ഷേ ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ സൈഡിലുള്ള വീടുകളെല്ലാം കണ്ടാൽ അറിയാം. നമ്മളെല്ലാവരും ഈ ഇടയ്ക്ക് പണിത വീടുകളൊക്കെയാണ് മിക്കതും. അതുൾപ്പെടെ ലോണും കാര്യങ്ങളും എല്ലാം നിൽക്കുകയാണ്. പേഴ്സണൽ ലോൺ ഉൾപ്പെടെ എല്ലാം നിൽക്കുകയാണ്. അത് നിർത്തിക്കൊണ്ട് നമ്മൾ പൊളിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ആ ടൈമിലായാലും അവരുടെ ആണെങ്കിൽ അവർക്ക് സ്റ്റേയോ കാര്യങ്ങളോ നൽകാറുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് മുതൽ ഉള്ള വീടുകളുണ്ട്. ആ വീട് വെച്ച് താക്കോൽ കൈമാറുന്നവരെ നിലവിൽ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തുടരാമെന്നുള്ളതല്ലേ വ്യവസ്ഥ? അങ്ങനെയാണ് വ്യവസ്ഥ. അത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പൊളിച്ച് നീക്കണം, അല്ലെങ്കിൽ അവർ പൊളിച്ച് നീക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തിട്ട ഒരു സാധനം നമുക്ക് പൊളിച്ചാൽ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ 5 സെൻറ്റിലേക്ക് മാറുമ്പോൾ എനിക്ക് കെനൽസ് ഉണ്ട്, വെല്ലിച്ചിന് പശു ഫാം അങ്ങനെ അതൊക്കെയുണ്ട്. നമുക്കതൊന്നും പ്രൊവൈഡ് ചെയ്യും. പിന്നെ വെച്ചാൽ ഒരു ജീവിതോപാധിയാണ് മാറുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭാഗത്താണ് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത്, ഭൂമി നൽകാമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ 30-ാം തീയതി അളക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. വളർന്ന് തിട്ടപ്പെടുത്തിയിട്ട് അവർ നോക്കിയിട്ട് പറയുമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ അച്ഛൻ്റെയൊക്കെ സമയത്ത് ഇത് പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ഉണ്ടായിരുന്നു. അച്ഛനുള്ളപ്പോഴാണല്ലോ അത്. അച്ഛൻ്റെ കാലം തുടങ്ങിയതുള്ളതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് ഇത്രയും നല്ല ഇതാണ്. എൻ്റെ വീട് ഇത്രയും നല്ല വീട് ഇനി പൊളിച്ച് എങ്ങനെ എടുക്കും എന്നുള്ളൊരു നമ്മളതേപോലെ ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇനി അത് പൊളിച്ചെടുക്കാനായിട്ട് നമ്മളോട് തന്നെ പൊളിക്കാനാണ് പറഞ്ഞേക്കണേ. അവർ പൊളിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ പൊളിച്ച് മാറ്റുവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പരിഹാരം പ്രതീക്ഷിച്ചിരുന്നോ? ഇങ്ങനെ ഒരു പരിഹാരം വരുമെന്ന് തോന്നുന്നില്ല. ആദ്യം ഇവർ പറഞ്ഞത് നമ്മളോട് പുറത്തേക്ക് എവിടെയോ സ്ഥലം കണ്ടിട്ടുണ്ട് അവിടേക്കെന്ന് പറഞ്ഞത്. ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിരിക്കുന്ന ഭാഗം മൊത്തം തരാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രി ഇടപെട്ട് ഇപ്പോൾ ഇത്രയാക്കി ഇതാക്കി തന്നിട്ടുണ്ട്. ഒരു ഉടമസ്ഥാവകാശം ലഭിക്കുന്ന വസ്തുവിൽ അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു എന്നുള്ള ആശ്വാസം ഇവർക്ക് എല്ലാവർക്കുമുണ്ട്. ഇനി ആരും തങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വരില്ല എന്നുള്ളതും ഇവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അങ്ങനെ തലമുറകളായി നേരിട്ട ഒരു പ്രശ്നത്തിനാണ് കഴിഞ്ഞ ദിവസത്തോടെ പരിഹാരമായിരിക്കുന്നത്. ആന്റണി ഗ്രിഗിൽക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.